ഇറാൻ വീണാൽ അറബ് രാജ്യങ്ങളുടെ ഭാവി എന്താകും എന്ന് പല ഘട്ടത്തിലും ചോദ്യമുയർന്നതാണ്, ചർച്ചയിൽ വന്നതാണ്. അതിൻ്റെ ഒരു കൃത്യമായിരിക്കുന്ന മറുപടി എന്ന് പറഞ്ഞാൽ ഇറാൻ വീണാൽ അതോടുകൂടി അറബ് രാജ്യങ്ങൾ അധികാര രീതിയിൽ നിന്ന് വലിയ രീതിയിലുള്ള മാറ്റങ്ങളിലേക്ക് എത്തും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്ന് വെച്ചാൽ രാജ്യങ്ങളുടെ ആഭ്യന്തര വിഷയങ്ങളിൽ നേരിട്ട് ഇടപെടാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഇപ്പം മുസ്ലിം രാജ്യങ്ങളുടെ സംരക്ഷകരായി നിൽക്കുന്ന ഒരേ ഒരു രാജ്യത്തിൻ്റെ പേര് ഇറാൻ മാത്രമാണ്. അവർ സൈനികപരമായി ബലമുണ്ട് എന്ന് മാത്രമല്ല, അവർ അമേരിക്കയുമായിട്ട് യുദ്ധം ചെയ്യാനും തയ്യാറാണ്. ഒന്നാം ലോക യുദ്ധത്തിൽ അല്ലെങ്കിൽ ലോക യുദ്ധത്തിൽ പങ്കെടുത്ത തുർക്കിക്ക് പോലും അമേരിക്കയുമായി ഏറ്റുമുട്ടാൻ ഭയമുണ്ടാവുമ്പോൾ ഇറാൻ അത് സ്വമേധ ഏറ്റെടുത്തു എന്ന് മാത്രമല്ല, ഇസ്രായേലും അമേരിക്കയുമായി ഒരേ സമയത്ത് യുദ്ധം ചെയ്തു എന്നൊരു പ്രത്യേകതയും ഇറാനുണ്ട്. അതുകൊണ്ട് അവരുടെ ഈ സൈനികമായിരിക്കുന്ന ബലവും ശക്തിയും ക്ഷയിപ്പിക്കുക എന്നുള്ളതും സൈനികമായ രീതിയിൽ അവരെ ഇല്ലാതാക്കുക എന്നുള്ള എല്ലാ കാലത്തും അമേരിക്കയുടെ ഉദ്ദേശമാണ്. പക്ഷേ അത് പല ഘട്ടങ്ങളിൽ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത്, ഇറാൻ ഏതെങ്കിലും കാര്യത്തിൽ ആയുധമായിട്ടോ സാമ്പത്തികമായിട്ടോ സൈനികമായിട്ടോ ബലക്ഷയം ഉണ്ടാവുകയോ യുദ്ധത്തിൽ പരാജയപ്പെടുന്ന സ്ഥിതി ഉണ്ടായാൽ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുള്ള സർവ്വ മേഖലയും ഒറ്റയടിക്ക് തന്നെ അമേരിക്ക എന്ത് ചെയ്യും? കീഴടക്കും. പിന്നീട് അവർ പറയുന്നതാണ്, അമേരിക്ക കീഴടക്കിയ ഒരു രാജ്യത്തും പിന്നീട് അവിടെ ഭരണ സംവിധാനം അമേരിക്കക്കെതിരെ പ്രവർത്തിച്ചിട്ടില്ല.